നമസ്കാരം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് ഹാൻഡ് കോഡിംഗ് ഓഫ് അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാം. നമുക്കറിയാം, നമ്മൾ അസംബ്ലി ലാംഗ്വേജിലാണ് ഇവിടെ പ്രോഗ്രാം ചെയ്തത്. 8086 നമ്മൾ പ്രോഗ്രാമിംഗ് ലാബ് ചെയ്തു. പിന്നെ തിയറി ഇപ്പം 3 മൊഡ്യൂളായി. ഇതെല്ലാം ചെയ്യുന്നത് അസംബ്ലി ലാംഗ്വേജിലാണ്. അപ്പോൾ ഈ അസംബ്ലി ലാംഗ്വേജിന് നേരിട്ട് മെഷീന് അല്ലെങ്കിൽ സിസ്റ്റത്തിന് തിരിച്ചറിയാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് മെഷീന് മനസ്സിലാക്കാൻ സാധിക്കുന്ന മെഷീൻ കോഡ് അല്ലെങ്കിൽ ബൈനറി കോഡിലേക്ക് മാറ്റണം. 2 രീതിയിൽ അങ്ങനെ മാറ്റാൻ സാധിക്കും. അതിൽ ഒരു രീതിയാണ്, ഒരു മെത്തേഡാണ് ഹാൻഡ് കോഡിംഗ് എന്നാണ് ആ മെത്തേഡിന് പറയുന്നത്. അത് ഒരു മെത്തേഡാണ്. അതുകൂടാതെ മറ്റൊരു മെത്തേഡ് കൂടെ ഉണ്ട്. ഇപ്പം ഈ പഠിക്കുന്ന മെത്തേഡ് കൂടാതെ വേറൊരു മെത്തേഡ് കൂടിയുണ്ട്. അത് നമ്മൾ ലാബിൽ ചെയ്ത മെത്തേഡാണ്. അപ്പോൾ അവിടെ എങ്ങനെയാണ് നമ്മൾ ചെയ്തത്? ആ മെത്തേഡാണ് ഈ അടുത്ത പാരഗ്രാഫിൽ പറയുന്നത്. ആ മെത്തേഡ് അനുസരിച്ച് നമുക്കൊരു സോഫ്റ്റ്വെയർ ഉണ്ട്, ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ടൂളുണ്ട്, എഡിറ്റർ, അസംബ്ലറുണ്ട്, ലിങ്കറുണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, പ്രോഗ്രാം ചെയ്തപ്പോൾ ടാസം എന്ന് പറഞ്ഞ് അസംബ്ലി ചെയ്യുന്നു, ലിങ്ക് എന്ന് പറഞ്ഞ് ലിങ്ക് ചെയ്യുന്നു. പിന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് ആദ്യം ഒരു ഫയൽ എടുത്ത് അവിടെ കോഡ് എഡിറ്റ് ചെയ്യാനും പുതിയതായിട്ട് കോഡ് ടൈപ്പ് ചെയ്ത് ചേർക്കാനും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന എഡിറ്ററുണ്ട്. അപ്പോൾ ഇതെല്ലാം ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ കോഡായിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. അത് നമ്മൾ ലാബിൽ ചെയ്തതാണ്. അവിടെ എങ്ങനെയാണ് നടക്കുന്നത്? അവിടെ ഒരു എഡിറ്റർ ഉപയോഗിച്ചിട്ട് നമ്മൾ പ്രോഗ്രാമിനെ ടൈപ്പ് ചെയ്ത് .asm ഫയലിൽ അതിനെ സേവ് ചെയ്യുന്നു. സേവ് ചെയ്തതിന് ശേഷം നമ്മളതിനെ അസംബ്ലർ ഉപയോഗിച്ചിട്ട് മെഷീൻ കോഡായിട്ട് മാറ്റുന്നു. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ അവിടെ ടാസമിൽ ഉപയോഗിച്ച കോഡ് ടാസം എന്ന കമാൻഡ് തന്നെയാണ്. ടാസം സ്പേസ് ഫയലിൻ്റെ പേര് .asm. അത് ടൈപ്പ് ചെയ്ത് നമ്മൾ അതിനെ അസംബിൾ ചെയ്യുമ്പോൾ അത് മെഷീൻ കോഡായിട്ട് സേവ് ആവുകയാണ്. .obj ഒബ്ജക്റ്റ് ഫയലായിട്ടാണ് അത് സേവ് ആകുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു ലിങ്കർ ഉപയോഗിച്ചിട്ട് ഈ മെഷീൻ കോഡിനെ നമ്മൾ ടാർഗറ്റഡ് മെമ്മറിയിലേക്ക് നമ്മളതിനെ മാപ്പ് ചെയ്യുന്നു. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ടാസമിൽ ഉപയോഗിച്ചതാണ് ലിങ്ക് എന്ന് പറയുന്ന കമാൻഡ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ .exe എക്സിക്യൂട്ടബിൾ ഫയൽ, ഒരു സിസ്റ്റത്തിൽ 8086 സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്ന ഫയലിലേക്കാണ് അതിനെ കൺവേർട്ട് ചെയ്യുന്നത്. അതാണ് .exe ഫയൽ. അപ്പോൾ ഇതാണ് ഒരു മെത്തേഡ്. പക്ഷേ ആ മെത്തേഡല്ല നമുക്ക് ഈ ടോപ്പിക്ക് പഠിക്കാനുള്ളത്. ഈ മെത്തേഡാണ് നമ്മൾ ലാബൊക്കെ ചെയ്യാനായിട്ട് ഉപയോഗിച്ചത്. അത് കൂടാതെ മറ്റൊരു മെത്തേഡ് കൂടെ അതാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇത് അങ്ങനെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ അല്ല, പക്ഷേ 4 മാർക്കിനൊക്കെ ചോദിക്കാം. ഹാൻഡ് കോഡിങ്, അസംബ്ലി ലാംഗ്വേജിൻ്റെ ഹാൻഡ് കോഡിങ്ങിനെ കുറിച്ച് എഴുതാനൊക്കെ ചോദിക്കാം. അപ്പം ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. ഇപ്പം ഹാൻഡ് കോഡിങ്ങിനെ കുറിച്ച് ചോദിച്ചാൽ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല. ആദ്യത്തെ പോയിൻ്റ് എഴുതാം, അല്ലാതെ ഈ ഒരു പാരഗ്രാഫ് എഴുതേണ്ട ആവശ്യമില്ല. ഇപ്പോൾ എസ്സേ ആയിട്ടൊക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പാരഗ്രാഫ് കൂടെ എഴുതാം, കാരണം ഇങ്ങനൊരു മെത്തേഡ് കൂടെ ഉണ്ട്. അല്ല, ചിലപ്പോൾ ചോദിക്കും ഏതൊക്കെ രീതിയിൽ നമുക്ക് ഇങ്ങനെ മെഷീൻ കോഡായിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും, അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഈ ഒരു മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്യാം. അതുകൂടാതെ ഹാൻഡ് കോഡിങ്ങിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഹാൻഡ് കോഡിംഗ് ആണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഹാൻഡ് കോഡിങ് സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മെത്തേഡാണ് ഫോർ കൺവേർട്ടിങ് അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാം ഇൻറ്റു മെഷീൻ കോഡ്സ്. മെഷീന് മനസ്സിലാകുന്ന മെഷീൻ കോഡ് അല്ലെങ്കിൽ ബൈനറി കോഡിലേക്ക് മാറ്റുന്ന ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഹാൻഡ് കോഡിങ്. അപ്പോൾ എങ്ങനെയാണ് ഹാൻഡ് കോഡിങ് എന്ന് നോക്കാം. ഇവിടെ ഒരു അസംബ്ലറിൻ്റെ സഹായമില്ലാതെ നമ്മൾ തന്നെ നേരിട്ട് ഇതിനെ മെഷീൻ കോഡായിട്ട് മാറ്റുകയാണ്. ഓരോ ഇൻസ്ട്രക്ഷനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓരോ നിമോണിക്സിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി കോഡ് അല്ലെങ്കിൽ മെഷീൻ കോഡിനെ നമ്മൾ എഴുതി ചേർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മളെ സഹായിക്കാനായിട്ടൊരു ഡേറ്റ ഷീറ്റ് കാണും. ആ ഡേറ്റ ഷീറ്റിൽ കാണും മൂവ് ഇൻസ്ട്രക്ഷൻ വരുമ്പോൾ ഏത് മെഷീൻ കോഡാണ് യൂസ് ചെയ്യേണ്ടത്, അതുപോലെ ആഡ് വരുമ്പോൾ എന്ത് യൂസ് ചെയ്യണം, ഇനി ജമ്പോ അല്ലെങ്കിൽ കണ്ടീഷണൽ ജമ്പോ ഒക്കെ വരുമ്പോൾ ഏതൊക്കെ കോഡുകളാണ് ചെയ്യേണ്ടതെന്നൊക്കെ മനസ്സിലാക്കാൻ നമ്മുടെ ഒരു ഷീറ്റുണ്ട്. ആ ഷീറ്റ് ഞാൻ കാണിക്കാം. ഓക്കെ, അപ്പം അങ്ങനെ അതനുസരിച്ച് നമ്മൾ കോഡ് രേഖപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. The templates of each instruction will have a fixed binary code called opcode. അപ്പോൾ അങ്ങനെ നമ്മൾ കണ്ടെത്തുന്ന കോഡിനെയാണ് ഓപ്കോഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഓരോ ഇൻസ്ട്രക്ഷനിലും നിമോണിക്സ് കാണും. നിമോണിക്സ് എന്ന് പറയുന്നത് ഉദാഹരണത്തിന് ആഡ് എന്ന് പറയുന്ന ഒരു നിമോണിക്സ് ആണ്, മൂവ് എന്ന് പറയുന്ന ഒരു നിമോണിക്സ് ആണ്. അതിൻ്റെ കൂടെ ഒപ്പറൻസും കാണും. അപ്പം മൂവ് A, B. അപ്പോൾ അതിൽ എ എന്ന് പറയുന്നതും ബി എന്ന് പറയുന്നതും ഒപ്പറൻസ് ആണ്, മൂവ് എന്ന് പറയുന്നത് നിമോണിക്സ് ആണ്. അപ്പോൾ ഈ നിമോണിക്സിനും ഒപ്പറൻസിനും ഒക്കെ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ബൈനറി കോഡുണ്ട്, ഒരു ഫിക്സഡ് ബൈനറി കോഡുണ്ട്. ആ ബൈനറി കോഡിനെയാണ് നമ്മൾ ഓപ്പ് കോഡ് എന്ന് പറയുന്നത്. ചിലപ്പോൾ എക്സാം ചോദിക്കാം ഓപ്പ് കോഡ് എന്താണെന്ന് 1 മാർക്കിന് ചോദിക്കാം.
അപ്പോൾ നമുക്കവിടെ എഴുതാം. ഈ ഹാൻഡ് കോഡിങ്ങിൽ ഉപയോഗിക്കുന്ന ബൈനറി കോഡാണ്. ഓരോ ഇൻസ്ട്രക്ഷനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി കോഡിനെയാണ് നമ്മൾ ഓപ്പ് കോഡ് എന്ന് പറയുന്നത്. ഈ ഒറ്റ ഒരു സെൻറ്റൻസ് എഴുതാം. ഫോർ ഈച്ച് ഇൻസ്ട്രക്ഷൻ വിൽ ഹാവ് എ ഫിക്സഡ് ബൈനറി കോൾഡ് ഓപ്പ് കോഡ്. പിന്നെ പ്രോഗ്രാം ഫീൽഡ് എന്ന് പറയുമ്പോൾ ഈ നിമോണിക്സ് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ മൂവ് എന്ന് പറയുന്നത് നിമോണിക്സ് ആണെങ്കിൽ പ്രോഗ്രാം ഫീൽഡിൽ വരുന്നത് അതിനുശേഷം വരുന്ന A, B എയും ബിയുമാണ് അവിടുത്തെ നിമോണിക്സ്. അതുപോലെ സ്പെഷ്യൽ ഇൻഡിക്കേറ്റേഴ്സ് കാണും. അപ്പോൾ അതെല്ലാം കൂടെ അതും നമുക്ക് ഈ ഒരു കോഡായിട്ട് തന്നെ കൊടുക്കണം. ഓപ്പ് കോഡിന് പുറമെ ഈ കോഡുകളും കൂടി കൊടുക്കണം. അപ്പോൾ നമ്മൾ എക്സാമ്പിൾ നോക്കുമ്പോൾ ഒരു പ്രോഗ്രാം എങ്ങനെയാണ് ഇത്തരത്തിൽ മെഷീൻ കോഡാക്കി മാറ്റുന്നത് നമ്മളിപ്പോൾ നോക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാകുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ്. ഇതിൽ തന്നെ ഇങ്ങനെ ഓപ്പ് കോഡ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. വൈൽ ഹാൻഡ് കോഡിങ് 8086 ഇൻസ്ട്രക്ഷൻ ഫോളോയിങ് ഹിൻസ് വിൽ ബി യൂസ്ഫുൾ. താഴെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഉപയോഗപ്രദമായിരിക്കും. ഇപ്പോൾ ദ ടേം മെം എന്ന് ഉദ്ദേശിപ്പിക്കുന്നത് മെമ്മറിയാണ്. അപ്പം നമ്മളൊരു മെമ്മറി സ്പേസിനെ നേരിട്ട് പറയുകയാണ്. അപ്പോൾ അങ്ങനെ നേരിട്ട് നമ്മൾ മെമ്മറി സ്പേസിനെ പറയുകയാണെങ്കിൽ 8-bit മെമ്മറിയെക്കുറിച്ച് പറയാം. ഒപ്പറൻറ്റ് മൂവ് A, B അതിൽ ഒരെണ്ണം ഒപ്പറൻ്റാണ്. ആ ഒപ്പറൻറ്റിൽ നമ്മൾ നേരിട്ട് മെമ്മറി പറയുക, രജിസ്റ്റർ ഇല്ലാതെ മെമ്മറി നേരിട്ട് പറയുകയാണെങ്കിൽ അപ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതാണ്. ഇറ്റ് ക്യാൻ ബി സ്പെസിഫൈഡ് ഇൻ 24 ഡിഫറെൻറ്റ് വേസ്. വ്യത്യസ്തമായിട്ടുള്ള 24 രീതിയിൽ നമുക്കതിനെ ബൈനറി കോഡിനെ നമുക്ക് എഴുതാൻ സാധിക്കും. The different methods of specifying memory operand differs in the way of calculating effective and physical address. എങ്ങനെയാണോ എഫക്റ്റീവ് അഡ്രസ്സിനെയും ഫിസിക്കൽ അഡ്രസ്സിനെയും മെമ്മറിയുടെ ഫിസിക്കൽ അഡ്രസ്സിനെയും കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതനുസരിച്ചാണ് ഈ 24 ഡിഫറെൻറ്റ് വേസ് ഉണ്ടാകുന്നത്. 24 തരത്തിൽ നമുക്ക് ഇഫക്റ്റീവ് അഡ്രസ്സിനെയും ഫിസിക്കൽ അഡ്രസ്സിനെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതനുസരിച്ച് അതുകൊണ്ടാണ് അതിന് 24 ഡിഫറെൻറ്റ് വേസ് വരുന്നത്, 24 രീതിയിൽ വരുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. അതിൻ്റെ കാൽക്കുലേഷൻസ് ഒന്നും നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല. എക്സാമിന് ഈ ഒരു പോയിൻ്റ് ഇങ്ങനെ എഴുതിയാൽ മതിയാവും. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ദ ടേം ഡിസ്പ്ലേസ്മെൻറ്റ് എയ്റ്റ് അതവിടെ വരുന്നത്. ഡിസ്പ്ലേറ്റ് എന്ന് പറയുന്നത് കണ്ടീഷണലോ അല്ലെങ്കിൽ അൺകണ്ടീഷണലോ ആയിട്ടുള്ള ജമ്പുകളിലാണ് അത് വരുന്നത്. ഇപ്പം ജമ്പെന്ന് മാത്രം JMP എന്ന് മാത്രം എഴുതിയിരിക്കുകയാണെങ്കിൽ അത് അൺകണ്ടീഷണൽ, അവിടെ ഒരു കണ്ടീഷൻ പറയുന്നില്ല. ഇപ്പോൾ ജമ്പ് 0 JZ എന്ന് കൊടുത്തിരിക്കുകയാണെങ്കിൽ അവിടെ ഒരു കണ്ടീഷൻ വരുന്നുണ്ട്. അതായത് 0 ആണെങ്കിൽ ജമ്പ് ചെയ്യുക. ഇപ്പോൾ JNZ എന്ന് പറഞ്ഞാൽ ജമ്പ് സീറോ അല്ല എങ്കിൽ ജമ്പ് ചെയ്യുക. അപ്പോൾ അതും കണ്ടീഷണലാണ്. അപ്പോൾ കണ്ടീഷണൽ ജമ്പും നോൺ കണ്ടീഷണൽ ജമ്പും വരുമ്പോൾ നമ്മൾ പ്രത്യേകം അവിടെ കോഡ് കൊടുക്കുന്നത് ശ്രദ്ധിക്കണം. കാരണം ജമ്പ് 2 രീതിയിലുണ്ട്. ഫോർവേഡ് ജമ്പും ഉണ്ട്, ബാക്ക്വേഡ് ജമ്പും ഉണ്ട്. ഇപ്പോൾ ജമ്പെന്ന് പറഞ്ഞതിന് ശേഷം താഴോട്ടുള്ള കോഡുകളിലാണ് ആ ജമ്പ് പോകുന്നതെങ്കിൽ അതിനെ ഫോർവേഡ് എന്നും, അല്ലാതെ കഴിഞ്ഞു പോയ ഓൾറെഡി എക്സിക്യൂട്ട് ചെയ്ത ഇൻസ്ട്രക്ഷനിലേക്ക്, അതായത് പുറകോട്ടാണ് അത് ജമ്പ് ചെയ്യുന്നതെങ്കിൽ അതിനെ ബാക്ക്വേഡ് ജമ്പെന്നും പറയുന്നു. ഇപ്പോൾ ഫോർവേഡ് ജമ്പാണെങ്കിൽ അവിടെ പോസിറ്റീവ് ആയിരിക്കും, അതുപോലെ പോസിറ്റീവ് വാല്യൂ ആയിരിക്കും അവിടെ വരുന്നത്. ബാക്ക്വേഡ് ജമ്പാണെങ്കിൽ നെഗറ്റീവ് വാല്യൂ ആയിരിക്കും വരുന്നത്. ഇപ്പോൾ നെഗറ്റീവ് വാല്യൂ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ 2's കോംപ്ലിമെൻറ്റ്, നമുക്കറിയാം ബൈനറിയിൽ നമുക്ക് നേരിട്ട് നെഗറ്റീവ് നമ്മൾ എഴുതത്തില്ല, പകരം 1's കോംപ്ലിമെൻറ്റോ 2's കോംപ്ലിമെൻറ്റോ ആയിട്ടാണ് എഴുതുന്നത്. അപ്പോൾ അങ്ങനെ നെഗറ്റീവ് വരികയാണെങ്കിൽ നമ്മളവിടെ 2's കോംപ്ലിമെൻറ്റ് ഉപയോഗിച്ചിട്ടാണ് അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ കാണാം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ആദ്യം ഒരു എക്സാമ്പിൾ കണ്ടിട്ട് നമുക്ക് കോഡുകളിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഇതൊരു എക്സാമ്പിളാണ്. ഇതൊരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇൻസ്ട്രക്ഷൻ നമ്മൾ പ്രോഗ്രാം എല്ലാവരും പഠിച്ചിട്ടുള്ള ഇൻസ്ട്രക്ഷനാണ് മൂവ് SI, 1100H. അപ്പോൾ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്നൊക്കെ ലാബിലെ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാകും. മൂവ് SI, 1100H എന്ന് പറഞ്ഞാൽ 1100 ഉള്ള വാല്യൂവിനെ, ആ 1100യെ നേരെ SI എന്ന രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്യുകയാണ്. SI രജിസ്റ്റർ എന്താണെന്നറിയാം, അത് സോഴ്സ് ഇൻഡെക്സ് രജിസ്റ്ററാണ്. അപ്പോൾ അതിലേക്ക് മൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനൊരു ഇൻസ്ട്രക്ഷനാണ്. അപ്പോൾ ആ ഇൻസ്ട്രക്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ അസംബ്ലർ ഒന്നും യൂസ് ചെയ്യുന്നില്ല, പകരം നേരിട്ട് ബൈനറി കോഡിനെ തന്നെ നമ്മൾ ബൈനറി കോഡ് ടൈപ്പ് ചെയ്യാൻ അല്പം പ്രയാസമാണ്, കാരണം അത് ഫുൾ 1's ഉം 0's ഒക്കെയാണ്. അപ്പോൾ നമ്മളതിനെ ഹെക്സ് കോഡായിട്ട് അതായത് ഹെക്സാഡെസിമൽ കോഡായിട്ടാണ് അതിനെ കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ മൂവ് SI, ഇപ്പോൾ മൂവ് SI വരികയാണെങ്കിൽ അവിടെ ഉപയോഗിക്കുന്നതാണ് BE എന്ന് പറയുന്നത് മൂവ് SI വരുമ്പോൾ ഉപയോഗിക്കുന്നതാണ്. അതുപോലെ
1100 അത് മെമ്മറിയാണ്, ലൊക്കേഷനാണ്. മെമ്മറി ലൊക്കേഷൻ ആകുമ്പോൾ പിന്നീട് അതിന് ശേഷം വരുന്നത് തിരിച്ചിട്ടുള്ളത്, അതായത് ആദ്യം എഴുതേണ്ടത് ലോ ബൈറ്റാണ്. ലോ ബൈറ്റ് എന്ന് പറയുന്നത് 00 ആണ്. ലോവർ 2 ബൈറ്റ്സ് ആണ് എഴുതുന്നത്. 00 എന്ന് എഴുതുന്നു. അതിനുശേഷം ഹയർ ബൈറ്റ് എഴുതുന്നു. ഹയർ ബൈറ്റ് എന്ന് പറയുമ്പോൾ 11. 0011 എന്ന് നമ്മൾ എഴുതുന്നു. അപ്പോൾ അങ്ങനെ ഓരോ ഇൻസ്ട്രക്ഷൻ, ഇപ്പോൾ മൂവ് DI, ഇപ്പോൾ DI കോമ അവിടെ SA വരുമ്പോൾ അവിടെ മൂവ് DIക്ക് ഒരു കോഡ് ഉണ്ടാകും. അപ്പോൾ അതിന് മൂവ് DI അല്ല, അവിടെ DL ആണ്. അപ്പം DLന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു കോഡ് ഉണ്ടാകും. മൂവ് DL വരുമ്പോൾ ഉള്ളൊരു കോഡ് ഉണ്ടാകും. ആ കോഡിനെയാണ് ആദ്യം എഴുതുന്നത്. അതിനുശേഷം ഇവിടെ 14 SI, അതായത് ഇങ്ങനൊരു സ്ക്വയർ ബാർ ബ്രാക്കറ്റിനുള്ളിൽ SI എന്ന് എഴുതുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം സോഴ്സ് ഇൻഡെക്സിൻ്റെ ഉള്ളിൽ ഉള്ള വാല്യൂവിനെ അതിനകത്തൊരു മെമ്മറി അഡ്രസ്സാണുള്ളത്. ആ അഡ്രസ്സിനകത്ത് എന്താണോ കണ്ടൻറ് ഉള്ളത്, ആ കണ്ടൻറ്റിനെയാണ് അവിടേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഈ എങ്ങനെയാണ് മൂവ് SI വരുമ്പോൾ ഈ വാല്യൂ ഇവിടെ എഴുതിയതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു ഫയലുണ്ട്. നിമോണിക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓപ്പ് കോഡുകൾ നമുക്ക് കണ്ടെത്താൻ ഇതുപോലൊരു ഷീറ്റ് ഉണ്ടാകും, ഇതുപോലൊരു ഓപ്പ് കോഡ് ഷീറ്റ്. അപ്പോൾ ഈ ഓപ്പ് കോഡ് ഷീറ്റ് ഇപ്പോൾ നിങ്ങൾ ഇതിലുള്ള വാല്യൂസ് ഒന്നും പഠിക്കേണ്ട കാര്യമില്ല, ഇത് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഇതുപോലെ ഓരോ ഓപ്പറേഷനും, ഇപ്പോൾ ആഡ് സി എന്ന് പറയുമ്പോൾ അവിടുത്തെ ഓപ്പറൻ്റ് കണ്ടുപിടിക്കുന്നത് ആഡിൻ്റെ ഓപ്പ് കോഡ് +10 ആൻഡ് പിന്നീട് വരുന്നത് അതിൻ്റെ കൂടെ കൊടുത്തിരിക്കുന്ന ഓപ്പറൻസിൻ്റെ വാല്യൂസ്. അപ്പോൾ അതുപോലെ ADD വരുമ്പോൾ 00 ആണ്. അവിടെ ഈ 6 എന്ന് സൂചിപ്പിക്കുന്നത് 8 ബിറ്റ് രജിസ്റ്ററാണ്. M8 എന്ന് പറയുന്നത് 8 ബിറ്റ് മെമ്മറി ലൊക്കേഷനാണ്. അപ്പം പിന്നെ രജിസ്റ്റർ 8 എന്ന് പറയുന്നത് 8 ബിറ്റ് രജിസ്റ്ററാണ്. അപ്പോൾ 8 ബിറ്റ് രജിസ്റ്ററിൽ നിന്നും ഒരു 8 ബിറ്റ് രജിസ്റ്ററിലേക്കോ അല്ലെങ്കിൽ ഒരു 8 ബിറ്റ് മെമ്മറി ലൊക്കേഷനിലേക്കോ കൊണ്ടുപോകുന്ന ആഡ് ആണെങ്കിൽ അവിടെ നമ്മൾ 00 ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഓരോന്നും സ്പെസിഫൈ ചെയ്ത് ഓരോന്നിൻ്റെയും വാല്യൂസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആഡിൻ്റെ തന്നെ പല രീതി വ്യത്യസ്തമായിട്ട് ഇമ്മീഡിയറ്റ് എന്ന് പറഞ്ഞാൽ നേരിട്ട് ഡേറ്റ തന്നെ തന്നിരിക്കുകയാണ്, രജിസ്റ്റർ ഒന്നും തരുന്നില്ല. എന്ത് ഡേറ്റയാണോ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ആ ഡേറ്റയെ നേരിട്ട്, അതിനെയാണ് ഇമ്മീഡിയറ്റ് ഡേറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഇമ്മീഡിയറ്റ് 8 ബിറ്റ്, ഇമ്മീഡിയറ്റ് 16 ബിറ്റ്. അപ്പോൾ അങ്ങനെയുള്ള ഈ ഡേറ്റകളെയൊക്കെ നമുക്ക് നേരിട്ട് കോപ്പി ചെയ്യുകയാണെങ്കിൽ, ALലേക്ക് കോപ്പി ചെയ്യുകയാണെങ്കിൽ 04 ആണ്. അപ്പോൾ നമ്മൾ തന്നെ നേരിട്ട് 04 എന്ന ഓപ്പ് കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ അതാണ് ഹാൻഡ് കോഡിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഹാൻഡ് കോഡിങ്ങിൽ നേരിട്ട് തന്നെ നമ്മൾ ഓപ്പ് കോഡ് കണ്ടെത്തി, ഇതുപോലെ ഡാറ്റാ ഷീറ്റ് ഉപയോഗിച്ച് കണ്ടെത്തി അതിനെ ടൈപ്പ് ചെയ്ത് ചേർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ പ്രോഗ്രാം ഇപ്പോൾ ലാബിൽ നിങ്ങൾ ഈ കമ്പ്യൂട്ടറിലാണ് നിങ്ങൾ ഇവിടെ പ്രോഗ്രാം ചെയ്യുന്നത് 8086-ൻ്റെ. അപ്പോൾ അതല്ലാതെ നിങ്ങൾക്ക് നേരിട്ട് ഒരു കിറ്റിൻ്റെ സഹായത്താൽ നിങ്ങൾ ഡിജിറ്റൽ ലാബ് ചെയ്തവരാണ്. അപ്പോൾ അതുപോലെ തന്നെ ഒരു കിറ്റുണ്ട്, 8086-ൻ്റെ കിറ്റുണ്ട്. അപ്പോൾ ആ കിറ്റിൽ നമുക്ക് ഇതുപോലെ പ്രോഗ്രാം എഴുതി ഇതുപോലെ കോഡുകളെല്ലാം എഴുതിയെടുത്ത് ആ കോഡുകൾ നേരിട്ട് കിറ്റിൽ അവിടെ ഒരു കീബോർഡ് കാണും, അതിൽ ടൈപ്പ് ചെയ്ത് കയറ്റി എന്നിട്ട് എക്സിക്യൂട്ട് ചെയ്ത് ഔട്ട്പുട്ട് നോക്കുക. അങ്ങനെയായിരുന്നു ഇപ്പോൾ ഞാൻ പഠിച്ചിരുന്ന ആ സമയത്ത് അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. ഇപ്പോഴും ചില കോളേജുകളിലൊക്കെ എനിക്ക് തോന്നുന്നില്ല, BSc അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നില്ല, മിക്കവാറും ചില എൻജിനീയറിംഗ് കോളേജുകളിലൊക്കെ ഇപ്പോഴും കിറ്റ് ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന പോലൊന്നുമല്ല, നമ്മൾ നേരിട്ട് ഒരു കിറ്റിൽ തന്നെ ചെയ്യുകയാണ്. അപ്പോൾ അവിടെ ചെയ്യുന്നത് ഹാൻഡ് കോഡാണ്. നമ്മൾ തന്നെ കോഡ് കണ്ടുപിടിച്ച് കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പ്രോഗ്രാം എഴുതിയാൽ മാത്രം പോരാ, കറക്റ്റായിട്ട് ഓപ്പ് കോഡ്, അതിന് നമുക്ക് ഡാറ്റാ ഷീറ്റ് ഉപയോഗിക്കാം. നമുക്ക് നേരിട്ട് എക്സാമിനും ഡാറ്റാ ഷീറ്റ് അവിടെ ഉപയോഗിക്കാം. അപ്പോൾ ആ ഡാറ്റാ ഷീറ്റ് ഉപയോഗിച്ച് നമ്മൾ കോഡ് പകർത്തി എഴുതുകയായിരുന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ ഒരു ഷീറ്റിൽ കുറേ ഡിഫറൻ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓപ്പ് കോഡുകളും എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും പഠിക്കേണ്ട, ഇത് കാണാൻ പഠിക്കേണ്ട കാര്യങ്ങളല്ല. കാരണം ഇത് കാണാൻ പഠിക്കാൻ സാധ്യമല്ല, അത് വളരെ പ്രയാസം, നമ്മൾ വെറുതെ നമ്മുടെ എനർജി കളയത്തേ ഉള്ളൂ. ഇതൊന്നും കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമുക്ക് എക്സാമിനാണെങ്കിൽ പോലും ഡാറ്റാ ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങളുടെ എക്സാമിന് അത് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നിങ്ങൾ സിസ്റ്റത്തിലാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഇതൊരു എക്സാമ്പിൾ പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാം അനുസരിച്ച് ഓരോ ഇൻസ്ട്രക്ഷനും കറസ്പോണ്ടിങ്, അപ്പോൾ ആദ്യത്തെ ബിറ്റുകൾ എങ്ങനെയാണ് എടുക്കുന്നതെന്നും അതിന് ശേഷം വരുന്ന മെമ്മറി ലൊക്കേഷൻ എങ്ങനെയാണ് എടുക്കുന്നതെന്നും ഒക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ അങ്ങനെ എടുക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതിൽ നമ്മൾ ഒരു എക്സെപ്ഷണൽ കേസ് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ, അതായത് ജമ്പ് കണ്ടീഷണൽ ജമ്പും അൺകണ്ടീഷണൽ ജമ്പും വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണമെന്ന്. അപ്പോൾ അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ നമുക്ക് എങ്ങനെയാണ്, അതായത് ഇവിടെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ജമ്പുകൾ കാണാം, ജമ്പ് റിപ്പീറ്റ്, അതുപോലെ ജമ്പ് 0. ഇവിടെ കൊടുത്തിരിക്കുന്നത് തന്നെയാണ്, ഇതിനെ നമ്മൾ വേറൊരു രീതിയിലേക്ക് എഴുതിയിരിക്കുന്നതേ ഉള്ളൂ. ഇത് ഇപ്പോൾ ഒരു
ഈ കാണുന്ന പ്രോഗ്രാം തന്നെയാണ്, നമ്മൾ മുമ്പേ കണ്ട 2 പേജിലുള്ള പ്രോഗ്രാം തന്നെയാണ്. അതിനെ വേറൊരു രീതിയിൽ കാണിച്ചിരിക്കുന്നതേ ഉള്ളൂ. ജസ്റ്റ് ഹെക്സ് കോഡും ഇൻസ്ട്രക്ഷൻ മാത്രമായിട്ട് കാണിച്ചിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ഒരുപാട് ജമ്പുകൾ വരുന്നുണ്ട്. കണ്ടീഷണൽ ജമ്പ് വരുന്നുണ്ട്, അൺകണ്ടീഷണൽ ജമ്പാണ്, ഇത് കണ്ടീഷണൽ ജമ്പാണ്. അപ്പോൾ അങ്ങനെ ഓരോ ജമ്പ് വരുമ്പോഴും എങ്ങനെയാണ് അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പം എക്സാമിന് ചോദിക്കുമ്പോൾ ആ കാര്യം എങ്ങനെയാണ് കണ്ടീഷണൽ ജമ്പും അൺകണ്ടീഷണൽ ജമ്പ് വരുമ്പോഴും ജമ്പ് ചെയ്യേണ്ടത്, അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെക്സ് കോഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്നൊക്കെ നമ്മൾ പ്രത്യേകം പഠിക്കണം. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്കത് നോക്കാം. ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് നോക്കാം. ഓക്കെ, താങ്ക് യു.